എൻ്റെ പാർട്ടിയുടെ ഭാഗം സമർത്ഥിക്കാൻ വേണ്ടി എതിരാളികളെ കടന്നാക്രമിക്കുന്ന ഒരു ടി വി ലെഫ്റ്റിൻ്റെ മുഖമായിരുന്നു ഞാൻ. പക്ഷേ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടമെത്തിയപ്പോൾ ഞാനും ഈ പറഞ്ഞ സോഫ്റ്റ് ലൈനിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് താങ്കളുടെ പ്രസംഗം ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ഒരാൾക്ക് തമാശ പറയാൻ അറിയാവുന്ന, ഭംഗിയായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളായിട്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ടെലിവിഷൻ ചാനലിൽ ഉണ്ടായിരുന്നില്ല. ടെലിവിഷൻ ചാനലിൽ നിങ്ങൾ ശരിക്കും ഹാർഷായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. ടെലിവിഷൻ ചാനലിൽ നിങ്ങൾ പറയുന്ന ആദ്യത്തെ സ്റ്റേജാണ്. ഇപ്പം പൊളിറ്റിക്സിൽ മേ ബി ഐ എം ജൂനിയർ, പക്ഷേ ചാനൽ ഡിബേറ്റിൽ ഞാനൊക്കെ ഒരു സീനിയറാണ്. അപ്പോൾ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, വളരെ ഹാർഷായി, റഫായി എൻ്റെ പാർട്ടിയുടെ ഭാഗം സമർത്ഥിക്കാൻ വേണ്ടി എതിരാളികളെ കടന്നാക്രമിക്കുന്ന ഒരു ടി വി ലെഫ്റ്റിൻ്റെ മുഖമായിരുന്നു ഞാൻ. പക്ഷേ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടമെത്തിയപ്പോൾ ഞാനും ഈ പറഞ്ഞ സോഫ്റ്റ് ലൈനിലേക്ക് പോയി. പിന്നെ നേരത്തെ ഞങ്ങൾ ഡയറക്റ്റ് പോക്കായിരുന്നു, ചാനൽ ഞങ്ങൾ പോകും. പിന്നീട് പാർട്ടി ഡെലിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു ഘട്ടമെത്തിയപ്പോൾ ഞങ്ങൾ വിഡ്രോ ചെയ്തു, ഡിസ്കഷനിൽ പൂർണ്ണമായി മാറി. പിന്നെ പാർട്ടി ഡെലിഗേറ്റ് ചെയ്യുന്ന ചർച്ചകളിൽ മാത്രം പങ്കെടുക്കുക നിലവന്നു. പിന്നെ തീരെ പൂർണ്ണമായും പോവാതായി. അവസാനം പിന്നെ സ്പീക്കറായി പിന്നെ പോകേണ്ട കാര്യവും വരുന്നില്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഷംഷീർ അതാണ്.